ശത്രുക്കളുടെ മുൻപിൽ അവൻ എനിക്ക് മേശയൊരുക്കുന്നു. നിന്നെ പഴിക്കുന്നവര് നിന്റെ നന്മ കാണും, നിന്നെ ദുഷിക്കുന്നവര് നിന്റെ അനുഗ്രഹം കാണും, നിന്നെ താഴ്ത്തുന്നവര് നിന്റെ ഉയർച്ച കാണും. നമ്മുടെ മിടുക്ക് കൊണ്ടല്ല കേട്ടോ, നമ്മുടെ ഉള്ളിൽ കർത്താവ് ഉള്ളത് കൊണ്ട്, നമ്മുടെ ഉള്ളിൽ കർത്താവ് ഉള്ളത് കൊണ്ട്. നമ്മൾ രണ്ട് വള്ളത്തിൽ എന്ത് ചെയ്യരുത്, രണ്ട് ബൈബിളിൽ പറഞ്ഞ കാര്യം എൻ്റെ വാക്കല്ല, രണ്ട് വള്ളത്തിലും കാല് വെക്കരുത്. രണ്ട് വള്ളത്തിലും കാല് വെച്ചാൽ അപകടമാണ്. നമ്മൾ കർത്താവിനെ പിൻപറ്റുക. ഈ ദാവീദിന്റെ കാലത്തും അശേര പ്രതിഷ്ഠകളും ബാലിന്റെ ദൈവങ്ങളും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നേ. ഈ വലിയ കഷ്ടത്തിലായപ്പോ പോലും ദാവീദ് പോയില്ല, അതിന്റെ പുറകെ ഒന്നും പോയില്ലെന്നേ. ദാവീദിന് അറിയാം എന്റെ ദൈവം ആരെന്ന്. ദാവീദിന് അറിയാം ഈ പുറമേ ഉള്ളത് കണ്ട് കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പാഞ്ഞ് നടക്കരുത്. അത് നമുക്ക് ഗുണത്താൽ കാലേറെ ദോഷമേ വരത്തുള്ളൂ കേട്ടോ. ദൈവത്തിന് മനസ്സ് വിഷമിക്കും. നമ്മൾ ഓർത്തേ, നമ്മുടെ കുഞ്ഞുങ്ങൾ അപ്പാ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ എന്തൊരു സന്തോഷം. വഴിക്കട നടക്കുന്നവനിക്ക് അപ്പ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് നടന്നാലത്തെ വിഷമം എന്ത് നമ്മുടെ ബുദ്ധിമുട്ടാണ്. ഇവിടെ നമ്മുടെ ജീവനുള്ള ദൈവത്തെ കണ്ടെത്തി കഴിയുമ്പോൾ, ജീവനുള്ള ദൈവത്തെ നിങ്ങൾ ഹൃദയവുമായിട്ട് മുട്ടിക്കഴിയുമ്പോൾ ചില വിഷമവും വേദനയൊക്കെ ഉണ്ടാകുമെന്നേ. പക്ഷെ ദാവീദിന്റെ ദൂത് ഇന്ന് പറയാൻ കാര്യം, വേറെ ഒരു വഴിക്കും തിരിഞ്ഞു പോകരുത്. ഓ, മറ്റു ഒരുത്തനിലും രക്ഷയില്ലെന്നേ. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ ഒരേ ഒരു നാമം, ആ നാമം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു.